രവല്ലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളി. ഞങ്ങളുടെ ദുഃഖവെള്ളി ആചരണം എങ്ങനെയൊക്കെയായിരുന്നു എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അമ്മയും ജോസഫിനോട് വെളുപ്പിനെ പള്ളിയിൽ പോയി. മക്കളൊക്കെ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേന് കുളിച്ച് റെഡിയായി. അവരും പള്ളിയിലേക്ക് പോയി. വെളുപ്പിനെ തന്നെ ഞാനും പ്രയറൊക്കെ ചെയ്തു. അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. ഞാൻ ആ സമയത്തിന് കഞ്ഞിയും പയറൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. സാധാരണ ദുഃഖവെള്ളിയാഴ്ചകളിൽ നമ്മൾ വീടുകളിൽ ഫുഡുകളൊന്നും ചെയ്യാറില്ല. പിന്നെ പ്രായമുള്ളവർ, കൊച്ചുകുട്ടികൾ, ഗർഭിണികളൊക്കെ ഉള്ള വീടുകളിലാണ് നമ്മൾ എന്തെങ്കിലും ഫുഡ് എന്ന് പറഞ്ഞാൽ കഞ്ഞി ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റത്തില്ല. പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട്. അമ്മ മെഡിസിൻ എടുക്കുന്നുണ്ട്. പിന്നീട് ഞാനും മെഡിസിൻ എടുക്കുന്നുണ്ട്. എനിക്കും ഇപ്പോൾ ഫാസ്റ്റിംഗ് പറ്റത്തില്ല. രാവിലെ മുതൽ ഉച്ച വരെ എന്നാലും എല്ലാവരും ഫാസ്റ്റിങ്ങിലായിരുന്നു. ഉച്ചയ്ക്ക് മക്കൾ പള്ളിയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കഞ്ഞി കുടിച്ചു. കാരണം ഉച്ചയ്ക്ക് 2 മണിക്ക് പോയാൽ ഇനി രാത്രി തിരിച്ച് പള്ളിയിൽ നിന്ന് വരും. അപ്പോൾ അവരെല്ലാവരും പള്ളിയിൽ പോകാൻ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി കഴിഞ്ഞു. ഞാൻ എന്തായാലും ഇപ്പോൾ പോകുന്നില്ല. കാരണം 2 മണി മുതൽ രാത്രി വരെ എനിക്ക് ലോങ് ടൈം ഇരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു 4 മണിയാകുമ്പോഴത്തേക്ക് റെഡിയായിരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ പോയി. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ റെഡിയായി കഴിഞ്ഞു. 4:30 ആയപ്പോഴത്തേക്ക് എന്നെ വിളിക്കാൻ വന്നു. അങ്ങനെ 1.25 വർഷത്തിന് ശേഷം ഞാൻ 2 വീലറിൽ ഇന്ന് പള്ളിയിൽ പോയി. എന്തായാലും പ്രതീക്ഷിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പേടിച്ചൊക്കെയാണ് പോയത്. ബെൽറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എന്തായാലും പള്ളിയിലെത്തി. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് ആ ഒരു ടൈമായിരുന്നു. എനിക്ക് പള്ളിയിലൊന്നും വരാൻ പറ്റിയിരുന്നില്ല. നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ അടുത്ത ദുഃഖവെള്ളിക്ക് മുന്നേ ദൈവം എന്നെ നടത്തിച്ചു, എന്നെ ഇവിടെ എത്തിച്ചു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നീട് ഈ പള്ളിയിൽ വരാതെ അല്ലെങ്കിൽ പ്രാർത്ഥന, വിശ്വാസം അങ്ങനെയൊന്നും ഇല്ലാത്ത ടീംസ് ഉണ്ടല്ലോ, അതെല്ലാ മതത്തിലും ഉണ്ട്. അങ്ങനെയുള്ള ടീംസ് വരെ പള്ളി വരുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. പിന്നെ ഇത് ഈശോയുടെ തിരുശരീരം വഹിച്ചുകൊണ്ടുള്ള നഗര് കാണിക്കൽ പ്രദക്ഷിണമാണ്. അപ്പോൾ ഈ പ്രദക്ഷിണത്തിൽ എല്ലാവരും പങ്കെടുക്കും. മറ്റാരും മനസ്സിലാക്കാത്ത നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ എല്ലാം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് ദൈവസന്നിധി. ദൈവത്തിന് മുന്നിൽ നമ്മൾ ഇറക്കി വെക്കുന്ന സങ്കടങ്ങൾക്കൊന്നും ഒരിക്കലും പരിഹാരം ഉണ്ടാകാതെ പോകില്ല. ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ. ഈ കാണുന്നത് ഉരുള് നേർച്ചയാണ്. ദുഃഖവെള്ളിയാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം നേർച്ചയാണ്. പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് കടലാണ്. അപ്പോൾ കടലിൽ കുളിച്ചിട്ട് നേരെ ഉരുണ്ട് പള്ളിയുടെ ഫ്രണ്ട് വരെ വരും. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഭാഗമില്ലേ, അവിടുന്ന് കുറച്ച് മുന്നോട്ടായിട്ടായിരുന്നു ഞങ്ങളുടെ വീട് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട് പോലെ ഒരുപാട് വീടുകളൊക്കെ സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു. കോവിൽത്തോട്ടം എന്ന് പറയുന്നൊരു പ്രദേശമായിരുന്നു ഈ വിജനമായി കിടക്കുന്നത്. ഇപ്പം പള്ളി മാത്രമാണ് ഇവിടെ അവശേഷിച്ചിരിക്കുന്നത്. കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി വ്യക്തികളുടെ കയ്യിൽ നിന്ന് അവരുടെ സ്ഥലത്തിനും വീടിനും ഉള്ള തുക നൽകിയിട്ട് KMML ഏറ്റെടുത്ത പ്രദേശമാണ് ഈ കോവിൽത്തോട്ടം എന്ന പ്രദേശം. അപ്പം സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ പോരുന്നു. അമ്മയും മക്കളും ഒക്കെ അവിടെ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. അവർ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഉലുവക്കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഉലുവക്കഞ്ഞി റെഡിയാക്കി വെച്ചിരുന്നു. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം കഞ്ഞിയാണിത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ദുഃഖവെള്ളിയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.